നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയാണ് ഈ വർഷം കർക്കിടക മാസം. കർക്കിടക മാസം എന്നുള്ളത് നമ്മൾ രാമായണ മാസമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ന് കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടത്, കർക്കിടക മാസത്തിൽ രാമായണം എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ തന്നെ കളഞ്ഞ് വീട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്. കാരണം കർക്കിടക മാസം 1-ാം തീയതി നമ്മൾ ശ്രീ ഭഗവതിയെ നമ്മുടെ വീട്ടിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരുക്കങ്ങളൊക്കെ തന്നെ. കർക്കിടക മാസത്തിന് തലേ ദിവസം വീടെല്ലാം വൃത്തിയാക്കി ആ കുപ്പയെല്ലാം കൊണ്ടുപോയി കളയുന്ന ഒരു ചടങ്ങുണ്ട്. ചേട്ടാ ഭഗവതിയെ പുറത്താക്കുന്നു എന്നുള്ള സങ്കല്പമാണ്. എന്നാൽ ഒറ്റ ഒരു ദിവസം കൊണ്ട് നമുക്ക് വീടെല്ലാം വൃത്തിയാക്കി എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കർക്കിടകം തുടങ്ങുന്നതിന് 2-3 ദിവസം മുൻപായിട്ട് തന്നെ വീടെല്ലാം വൃത്തിയാക്കി തുടങ്ങേണ്ടതാണ്. കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ഉപയോഗിക്കാത്ത ഏതൊരു വസ്തുവാണെങ്കിലും അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ പഴയ വസ്ത്രങ്ങൾ, കീറിയ വസ്ത്രങ്ങൾ, ഉപയോഗിക്കാത്ത ചെരുപ്പുകൾ, പൊട്ടിപ്പോയ പാത്രങ്ങൾ, അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ തന്നെ എടുത്ത് കളയേണ്ടതാണ് കർക്കിടകം തുടങ്ങുന്നതിന് മുൻപായിട്ട്. അതാണ് നമ്മൾ കർക്കിടകം വരുന്നതിന് മുൻപ് ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ദക്ഷിണായന പുണ്യകാലമാണ്. ഉത്തരായന പുണ്യകാലം കഴിഞ്ഞു. ഇനി അടുത്ത 6 മാസക്കാലം ദക്ഷിണായന പുണ്യകാലമാണ്. ദക്ഷിണായന പുണ്യകാലം ആരംഭിക്കുന്നത് സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങുന്ന ആ ഒരു സമയം കൂടിയാണ്. ഉത്തരായന കാലം എന്ന് പറയുന്നത് ദേവന്മാരുടെ പകലും ദക്ഷിണായനം എന്ന് പറയുന്നത് ദേവന്മാരുടെ രാത്രികാലവുമായിട്ടാണ് സങ്കല്പം. ദക്ഷിണായനത്തിലെ ആദ്യത്തെ മാസമാണ് കർക്കിടക മാസം. ഇത് ദേവന്മാരുടെ സന്ധ്യാസമയമായിട്ടാണ് കണക്കാക്കുന്നത്. ഉത്തരായന കാലം എന്ന് പറയുന്നത് ദേവന്മാർക്കാണ് പ്രാധാന്യം കൂടുതൽ. എന്നാൽ ദക്ഷിണായന കാലം എന്ന് പറയുന്നത് പിതൃക്കന്മാർക്കാണ് കൂടുതൽ പ്രാധാന്യം. കർക്കിടക വാവ് വരുന്നത്, മഹാലയപക്ഷം വരുന്നത് ഒക്കെ ഈ ദക്ഷിണായന കാലത്തിലാണ്. സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ ഒരു മാസം ചന്ദ്രന് വളരെയധികം മൗഢ്യമായിരിക്കുമെന്നാണ്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനോകാരകനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിനൊരു ബലക്കുറവ് ഉണ്ടാകും എന്നാണ്. അപ്പോൾ ആ ഒരു മനസ്സിന്റെ ആ ഒരു ബലക്കുറവൊക്കെ മാറ്റി കിട്ടുന്നതിന് രാമായണ പാരായണത്തിലൂടെ സാധിക്കും. കർക്കിടക മാസം മുഴുവൻ രാമായണ പാരായണം മാത്രമല്ല ചെയ്യുന്നത്. കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ചകൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഭഗവതിക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ചകൾ. അതുപോലെ തന്നെ കർക്കിടക മാസത്തിലെ ചൊവ്വാഴ്ച, ഞായറാഴ്ച ഇതിനൊക്കെ തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട്. കർക്കിടക മാസത്തിലെ വാവിനും പ്രത്യേകതയുണ്ട്. കർക്കിടക വാവാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ്. കർക്കിടകത്തിന് മുൻപായി വീടൊക്കെ ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. തലേ ദിവസം നമ്മൾ ചെയ്യേണ്ടത് വീട് തൂത്ത് തുടച്ചിട്ട് കുറച്ച് ചാണകവെള്ളം തളിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾ വെള്ളം തളിക്കുകയോ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ജ്യേഷ്ഠാ ഭഗവതിയെ വീടിന് പുറത്താക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ മറ്റൊരു രീതിയായിരുന്നു. ഇപ്പോൾ പണ്ട് കാലത്തെ രീതികളൊന്നും നമുക്ക് ഇന്ന് ഇപ്പോൾ ഫോളോ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു കാലത്തിൽ എന്തെല്ലാം ഫോളോ ചെയ്യാൻ സാധിക്കും ആ രീതിയിൽ ഫോളോ ചെയ്യാവുന്നതാണ്. കർക്കിടകം 1-ാം തീയതി രാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി ശ്രീ ഭഗവതിയെ നമ്മുടെ വീട്ടിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അഷ്ടമംഗലമൊക്കെ ഒരുക്കി നിലവിളക്ക് 5 തിരിയിട്ട് കൊളുത്തി വേണം ശ്രീ ഭഗവതിയെ നമ്മുടെ വീട്ടിലേക്ക് ആനയിക്കേണ്ടത്. കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് അതിന്റെ ഫലം ലഭിക്കുമെന്നുള്ളതാണ്. ശ്രീ ഭഗവതിയെ കർക്കിടകം 1-ാം തീയതി തന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുടിയിരുത്തുന്നത് വഴി അടുത്ത കർക്കിടക മാസം ആകുന്നത് വരെയും ഭഗവതിയുടെ ഒരു അനുഗ്രഹം നമുക്കുണ്ടായിരിക്കുമെന്നുള്ളതാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണം പാരായണം ചെയ്യുന്നത് വഴി അടുത്ത കർക്കിടകം വരെയും നമുക്ക് അതിൻ്റെതായിട്ടുള്ള നല്ല ഫലങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ വളരെ പ്രധാനമായി കർക്കിടകത്തിൽ ചെയ്യുന്നത് കർക്കിടക ചികിത്സയാണ്. കർക്കിടക കഞ്ഞി കുടിക്കുക, അങ്ങനെയുള്ള കർക്കിടക ചികിത്സകളാണുള്ളത്. അതും അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു വർഷകാലത്തേക്ക് അതിന്റെ ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ശ്രീ ഭഗവതിയെ വരവേൽക്കുന്നതിനായി അഷ്ടമംഗലം ഒരുക്കാറുണ്ട്.
8 വസ്തുക്കളാണ് വെക്കാറുള്ളത്. ഒരു തട്ടമെടുത്ത് അതിൽ ഒരു കോടി വസ്ത്രം വെക്കുക. ചിലയിടങ്ങളിൽ അലക്കിയ വസ്ത്രമാണ് വെക്കുന്നത്. നിങ്ങൾ താമസിക്കുന്നിടത്ത് എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം കണ്ണാടി, കൺമഷി, മഞ്ഞൾ, കുങ്കുമം, പറയിൽ നെല്ല് വെക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് എന്തെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് അതൊക്കെ തന്നെ നമുക്ക് വെക്കാവുന്നതാണ്. കൂടാതെ ദശപുഷ്പങ്ങളും വെക്കാറുണ്ട്. ഇന്നിപ്പോൾ എല്ലാവർക്കും ദശപുഷ്പങ്ങൾ കിട്ടില്ല. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ, എല്ലാവരുടെ വീട്ടിലും തുളസി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ തുളസി ഇലകൾ വെക്കാം. കറുക ലഭിക്കുമെന്നുള്ളവർക്ക് കറുക വെക്കാം. പിന്നെ ദശപുഷ്പങ്ങളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണോ ലഭിക്കുന്നത് അത് മാത്രം വെച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ലഭിക്കില്ല. സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് കറുക പോലും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തുളസി മാത്രം വെക്കാവുന്നതാണ്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് ശ്രീ ഭഗവതിയെ നമുക്ക് വരവേൽക്കാവുന്നതാണ്. എന്തില്ല എന്ന് നോക്കാതെ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് സന്തോഷത്തോടുകൂടി ഭഗവതിയെ വിളിച്ചാൽ തന്നെ ഭഗവതി നമ്മുടെ വീട്ടിലേക്ക് വരിക തന്നെ ചെയ്യും. വെറ്റിലയും അടക്കയും ഒക്കെ വെക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അതും വെക്കാവുന്നതാണ്. എല്ലാ അഷ്ടമംഗള വസ്തുക്കളും നമ്മുടെ വീട്ടിലുള്ളത് വെക്കാവുന്നതാണ്. പണ്ടൊക്കെ കർക്കിടക മാസം മുഴുവൻ രാവിലെ ശ്രീ ഭഗവതിയെ വരവേൽക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം. ആദ്യത്തെ ഒരു ദിവസം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആദ്യത്തെ 5ഓ 7ഓ ദിവസങ്ങളിൽ ശ്രീ ഭഗവതിയെ വരവേൽക്കാം. കർക്കിടകം 31 ദിവസവും ചെയ്യാൻ സാധിക്കുന്നവർക്ക് 31 ദിവസവും ചെയ്യാവുന്നതാണ്. അതൊക്കെ അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗണപതി ഹോമവും ഭഗവതി സേവയുമാണ്. ഇത് കർക്കിടകം 1-ാം തീയതി ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ 1-ാം തീയതി ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഏതൊരു ദിവസവും ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്താവുന്നതാണ്. ഗണപതി ഹോമം നമുക്ക് വീട്ടിൽ സ്വയം ചെയ്യാവുന്നതാണ്. കർക്കിടക മാസത്തിൽ സാധിക്കുന്നവർ രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് എല്ലാ ദിവസവും വിളക്ക് കൊളുത്താൻ സാധിക്കും ആ ഒരു ടൈം ഫോളോ ചെയ്താൽ മതി. കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഈ ഒരു മാസക്കാലം നോൺ വെജ് ഭക്ഷണം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. കർക്കിടക മാസത്തിൽ ഇലക്കറികൾ ധാരാളമായി കഴിക്കാറുണ്ട്. 10 ഇലക്കറികളാണ് കഴിക്കാറുള്ളത്. എന്നാൽ മുരിങ്ങയില മാത്രം നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കാറില്ല. അതിൽ എന്തോ ഒരു വിഷം ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ കേരളത്തിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ളവർ ഈ ഒരു മാസക്കാലത്തും മുരിങ്ങയിലയൊക്കെ കഴിക്കാറുണ്ട്. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. വർഷത്തിൽ 2 മാസത്തിനാണ് വളരെയധികം പ്രാധാന്യമുള്ളത്. അതിലൊന്ന് കർക്കിടക മാസമാണ്, മറ്റൊന്ന് ധനുമാസമാണ്. കർക്കിടക മാസം എന്ന് പറയുന്നത് ദേവന്മാരുടെ സന്ധ്യാസമയമാണെങ്കിൽ ധനുമാസം എന്ന് പറയുന്നത് ദേവന്മാരുടെ ബ്രഹ്മമുഹൂർത്ത സമയമാണ്. അതുകൊണ്ടാണ് ധനുമാസത്തിൽ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ പൂജകളൊക്കെ തന്നെ ചെയ്യുന്നത്. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ മിക്ക സ്റ്റേറ്റിലും ഈ ഒരു മാസം വളരെയധികം പ്രാധാന്യമാണ്. നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ ആദിമാസം എന്നാണ് പറയുന്നത്. കർണാടകയിലേക്ക് വരുമ്പോൾ ഇത് ആഷാഢ മാസമാണ്. ആഷാഢ മാസത്തിൽ നമ്മൾ കർക്കിടക മാസത്തിൽ ഫോളോ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് ഇവരും ഫോളോ ചെയ്യാറുള്ളത്. അതായത് വിവാഹം, ഗൃഹപ്രവേശം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു മാസം ചെയ്യാറില്ല. കൂടുതലായും ക്ഷേത്ര ദർശനം, പ്രത്യേകിച്ചും ദേവീ ക്ഷേത്ര ദർശനമാണ് ഈ ഒരു മാസം ആഷാഢ മാസത്തിൽ ചെയ്യാറുള്ളത്. അതുപോലെ ആഷാഢ ശുക്രവാരവും വളരെയധികം പ്രാധാന്യമാണ്. കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്നത് പോലെ തന്നെ ആഷാഢ ശുക്രവാരത്തിലും മഹാലക്ഷ്മി പൂജയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ മിക്ക സ്റ്റേറ്റിലും ഈ കർക്കിടക മാസം വളരെയധികം പ്രാധാന്യമുള്ള മാസം തന്നെയാണ്. നമുക്ക് മാത്രമല്ല കർക്കിടക മാസം ഇത്രയധികം പ്രാധാന്യം. കർക്കിടക മാസം കഴിയുമ്പോഴാണ് വരമഹാലക്ഷ്മി വ്രതം വരുന്നത്. ഒരുപാട് പേർ എന്നാണ് വരമഹാലക്ഷ്മി വ്രതം ഈ വർഷം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 28-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ വർഷം വരമഹാലക്ഷ്മി വ്രതം. കർക്കിടകം 31 ദിവസവും രാമായണം പാരായണം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വ്രതശുദ്ധിയോടുകൂടി, വ്രതശുദ്ധി എന്ന് പറയുമ്പോൾ ഇവിടെ ഉപവാസമല്ല, മത്സ്യമാംസാദികൾ ഒഴിവാക്കി ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് രാമായണം പാരായണം ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് ഇതൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. കർക്കിടകം 1-ാം തീയതി രാവിലെ ശ്രീ ഭഗവതിയെ വരവേറ്റതിന് ശേഷം വേണം രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങേണ്ടത്. ആദ്യം തന്നെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന്
രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പട്ടാഭിഷേക ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ വെച്ച് രാമായണം പാരായണം ചെയ്യാം. ഇനിയിപ്പോൾ ഫോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് രാമായണം പാരായണം ചെയ്തു തുടങ്ങാവുന്നതാണ്. നമ്മുടെ എല്ലാവിധത്തിലുമുള്ള കർമ്മ വിനകൾ കുറയ്ക്കുന്ന മാസം കൂടിയാണ് രാമായണ മാസം എന്ന് പറയുന്നത്. രാമായണം പാരായണം ചെയ്യുമ്പോൾ ആദ്യം വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം വേണം രാമായണം പാരായണം ചെയ്ത് തുടങ്ങേണ്ടത്. പാരായണം ചെയ്യുന്ന ആൾ ഒരു വിരിപ്പിട്ട് അല്ലെങ്കിൽ ഒരു പലകയിൽ വേണം ഇരിക്കേണ്ടത്. രാമായണം എപ്പോഴും ഒരു പട്ടിൽ പൊതിഞ്ഞു വെക്കാൻ ശ്രമിക്കണം. വെറും നിലത്ത് രാമായണം വെക്കാൻ പാടില്ല. ഒരു പലകയിൽ രാമായണം വെക്കാവുന്നതാണ്. പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകിൽ കിഴക്കോട്ട് നോക്കിയോ അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയോ ഇരുന്നുകൊണ്ട് പാരായണം ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ഗണപതി ഭഗവാനെയും സരസ്വതി ദേവിയെയും ഗുരുവിനെയും ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ആഞ്ജനേയ സ്വാമിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം രാമായണം പാരായണം ചെയ്ത് തുടങ്ങേണ്ടത്. രാമായണം പാരായണം ചെയ്യുമ്പോൾ അടുത്ത് ഒരു പലകയിൽ ഒരു ചുവന്ന തുണി വിരിച്ച് വെക്കാറുണ്ട്. ഇത് ആഞ്ജനേയ സ്വാമിക്ക് വേണ്ടിയാണ് എന്നാണ് സങ്കല്പം. കാരണം എവിടെ രാമനാമം കേട്ടാലും അവിടെ ആഞ്ജനേയ സ്വാമി എത്തും എന്നുള്ള വിശ്വാസമാണ് ഇതിനു പിന്നിൽ. രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ കർക്കിടകം 31 മുൻപായിട്ട് പാരായണം ചെയ്തു തീർക്കാൻ ശ്രമിക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇടയ്ക്ക് തടസ്സപ്പെട്ടു പോവുകയാണെങ്കിൽ ആ ഒരു ഭാഗം കൂടി അടുത്ത ദിവസം കൂടുതലായി പാരായണം ചെയ്താൽ മതി. എല്ലാ ദിവസവും ബാലകാണ്ഡത്തിലെ ശ്രീരാമരാമ ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ അതാത് ദിവസം പാരായണം അവസാനിപ്പിക്കുമ്പോൾ ഹരേ രാമ ചൊല്ലി അവസാനിപ്പിക്കുന്ന രീതിയുമുണ്ട്. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ്. അതുപോലെ എല്ലാ ദിവസവും വായന തുടങ്ങി അവസാനിപ്പിക്കുന്നത് വലത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്ത് തന്നെ ആയിരിക്കണമെന്നും പറയാറുണ്ട്. എന്തിനാണ് ഈ വലത് ഭാഗത്ത് നിന്ന് തുടങ്ങി വലത് ഭാഗത്ത് തന്നെ അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇടത് ഭാഗം എന്ന് പറയുന്നത് ജ്യേഷ്ഠാ ഭഗവതിയും വലത് ഭാഗം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുമാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ്. രാമായണം വായിക്കുമ്പോൾ കർക്കിടകം 15 ആകുമ്പോൾ ബാലിവധവും 25 ആകുമ്പോൾ കുംഭകർണവധവും 28 ആകുമ്പോൾ രാവണവധവും 30 ആകുമ്പോൾ ശ്രീരാമ പട്ടാഭിഷേകവും എത്തണം. എല്ലാ ദിവസവും 20 മിനിറ്റ് രാമായണം വായിച്ചാൽ മതി. മൊത്തം രാമായണം വായിക്കുന്നതിനായിട്ട് നമുക്ക് 10 മണിക്കൂർ സമയമാണ് ആവശ്യമായിട്ടുള്ളത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും എന്ന ഭയമുള്ളവർക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്തതിനു ശേഷം ക്ഷമ ചോദിക്കാവുന്നതാണ്. ക്ഷമാപണ മന്ത്രം ചൊല്ലാവുന്നതാണ്. പട്ടാഭിഷേക ദിവസം ഭഗവാന് പാലും പഴവും പാൽപ്പായസം ഒക്കെ നേദിക്കാവുന്നതാണ്. അതൊക്കെ അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.